ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശുകർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13, ഒന്നാമത്തെ വായനാ ഭാഗം 1 രാജാക്കന്മാർ 8-ാം അധ്യായം. 8-ാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ ആലയത്തിൻ്റെ പണി, ആലയത്തിൻ്റെ പണി, യെരുശലേം ദേവാലയത്തിൻ്റെ പണി എല്ലാം തീർന്നു. അവിടേക്ക് ഇനി പെട്ടകം കൊണ്ടുവരണം. പെട്ടകം ഇപ്പോൾ ഇരിക്കുന്നത് സിയോൻ എന്ന ദാവീദിൻ്റെ നഗരത്തിലാണ്. അത് എവിടെയോ ഉള്ളൊരു സ്ഥലമല്ല, മറിച്ച് യെരുശലേമിൽ തന്നെയുള്ള ദാവീദിൻ്റെ നഗരത്തിലാണ് ഇപ്പോൾ അത് ഇരിക്കുന്നത്. അവിടെ നിന്ന് വേണം അത് കൊണ്ടുവരേണ്ടത്. ശലോമോന് ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനത്തിലെ പ്രഭുക്കന്മാരായ സകല ഗോത്ര പ്രധാനികളെയും യെരുശലേമിൽ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൂട്ടി. എന്നിട്ട് ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും 7-ാം മാസം ഏഥാനീ മാസ ഉത്സവത്തിൽ ആണ് വന്നുകൂടിയത്. എന്നിട്ട് അവരെല്ലാം വന്നപ്പം പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. അവർ യഹോവയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധോപകരണങ്ങളൊക്കെയും കൊണ്ടുവന്ന് പുരോഹിതന്മാരും ലേവ്യന്മാരും അത് യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് നിരവധി ആടുകൾ, കാളകൾ എണ്ണമില്ലാതെ വണ്ണം അവിടെ യാഗം അർപ്പിക്കുകയും ചെയ്തു. അത് ദൈവം പറഞ്ഞിരുന്ന പോലെ തന്നെ ആ കെരൂബുകളുടെ താഴെ അതിന് പെട്ടകം കൊണ്ട് വയ്ക്കുകയും ചെയ്തത്. അത് ആലയമുണ്ടാക്കുന്നതിൻ്റെ കണക്കുകൾ പറയുമ്പോൾ തന്നെ ദൈവം ദാവീദിനോട് പറഞ്ഞിരുന്ന കണക്കുകളാണ്. അതിൻ്റെ നീളവും വീതിയും ഉയരവും ഒക്കെ പറഞ്ഞതിന് ശേഷം കെരൂബുകൾ ഇവിടെ സ്ഥാപിക്കണം, കെരൂബുകളുടെ സ്ഥാനം, അതിൻ്റെ പെട്ടകം വെക്കേണ്ട സ്ഥലം, ഇതൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശെ ഹോറേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അഹരോൻ്റെ തളിർത്ത വടി, അതുപോലെ തന്നെ മന്ന ഇട്ട് വെച്ചിരുന്ന പാത്രം, പിന്നെ ഈ 2 കൽപ്പലകകൾ, 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകൾ ആണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിൽ ആ 2 കൽപ്പലകളേ ഉള്ളൂ. പല യുദ്ധങ്ങളും പല യാത്രകളും, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോവുകയും അങ്ങനെ ഫെലിസ്ത്യർ ഇത് പിടിക്കപ്പെട്ട് ഇവരുടെ ഇസ്രായേലിൻ്റെ കയ്യിലല്ലാതെ ഇതാകുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ എവിടെയോ വെച്ച് ബാക്കി അഹരോൻ്റെ തളിർത്ത വടിയും നഷ്ടപ്പെട്ടു, മന്ന ഇട്ട് വെച്ചിരുന്ന പാത്രവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിനകത്ത് 2 കൽപ്പലകയല്ലാതെ വേറൊന്നും അതിനകത്തില്ല. അവിടെ അപ്പോഴത്തേക്ക് മേഘം അവിടെ നിറഞ്ഞു, യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരുന്നത്. അപ്പം ദൈവത്തിന് ഹിതമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പുരോഹിതന്മാർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ വായിക്കുന്നത്. അവിടെ ശലോമോൻ ഒരു കാര്യം ആ സമയത്ത് അവിടെ പറയുന്നത്, താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു, എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിൻ്റെ സർവ്വസഭയെ അനുഗ്രഹിച്ചു പറഞ്ഞു എന്നാൽ, എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ആദ്യം പറയുന്നുണ്ട്, അങ്ങേക്ക് വേണ്ടി ഞാനൊരു ആലയം പണിതു എന്നാണ് പറയുന്നത്. പക്ഷേ 15-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവമായ യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് പറഞ്ഞ കാര്യം ദൈവത്തിൻ്റെ കൈ തന്നെ നിവർത്തിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തതല്ല, ഇത് ദൈവമാണ് ചെയ്തത്. ഇവിടെയാണ് നമുക്ക് മാതൃകയാകേണ്ട ഒരുപാട് കാര്യമുള്ളത്, ഒരു പ്രധാന കാര്യമുള്ളത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ നന്മകൾക്കും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ആലയം പണിതത് എത്രയോ ലക്ഷം ആൾക്കാർ അതിൻ്റെ പുറകെ അധ്വാനിച്ചിട്ടുണ്ട്. വർഷം 7 എടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 7 വർഷം കൊണ്ട് രാജാക്കന്മാരായിരിക്കുന്നവർ, പുരോഹിതന്മാരായിരിക്കുന്നവർ, തൊഴിലാളികളായിരിക്കുന്നവർ, അതുപോലെ തന്നെ സൂത്രപ്പണികളിൽ നിപുണന്മാരായ ആളുകൾ, അവരെല്ലാവരും, അതുപോലെ ദാവീദ് ഇപ്പോൾ ഇല്ല, പക്ഷേ ദാവീദിൻ്റെ വളരെ പ്രാധാന്യം അവിടെ ഉണ്ടല്ലോ ഈ ആലയത്തിൻ്റെ പണിയിൽ. ദാവീദ് ഒക്കെ ഉള്ള അവരുടെ എല്ലാവരുടെയും എഫർട്ടും മാനസികമായ കാര്യങ്ങളും ശാരീരിക അധ്വാനവും ഒക്കെ ഇതിനകത്തുണ്ട്. എങ്കിലും ഇത് ദൈവം ചെയ്തു എന്നാണ്, ദൈവം നിവർത്തിച്ചിരിക്കുന്നു, ദൈവമാണ്. ദൈവം ചെയ്തില്ലെങ്കിൽ ഇത് നടക്കില്ല. ദൈവം അനുകൂലമല്ലെങ്കിൽ ചെയ്യാനൊക്കില്ല. ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. സോർ രാജാവിന് ദാവീദുമായിട്ടുണ്ടായിരുന്ന ബന്ധം
ആ ബന്ധം തുടരുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവിടുന്ന് അത്രയും നല്ല സാധനങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ പണി എന്താകുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ദൈവം സൗരരാജാവിൻ്റെ മനസ്സ് മാറ്റിയാൽ ഇത് നടക്കില്ല. അപ്പോൾ അവിടെ അതൊക്കെ സംഭവിക്കാൻ ദൈവം ഇടയാക്കി എന്ന് പറയുന്ന ശലോമൻ രാജാവിൻ്റെ വാക്കുകൾ നമുക്കും ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നാണ്. പിന്നെ അവിടെ പറഞ്ഞത്, ഇസ്രായേൽ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരു ആലയം പണിയണം എന്ന് എൻ്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് എൻ്റെ നാമത്തിൽ ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ. അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്, എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടിപ്രദേശത്ത് നിൽപ്പിക്കുന്ന മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയുമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എൻ്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇസ്രായേൽ ദൈവം യഹോവയുടെ നാമത്തിന് ആലയം പണിതിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവം പറഞ്ഞ പ്രകാരമാണ് സംഭവിച്ചത്. ദൈവം തന്നെയാണ് ഇതൊക്കെയും ചെയ്തത് എന്നും അവിടെ ശലോമോൻ എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്തിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞ ഒരു കാര്യമാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദൈവവും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. നീ എൻ്റെ അപ്പനായ ദാവീദിനോട് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം നിവർത്തിച്ചിരിക്കുന്നു. അതുപോലെ അവിടെ ഈ ആലയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്, അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് അങ്ങയുടെ നാമം ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്ത സ്ഥലമായി ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൻ പാർത്തരുളേണമേ, ഈ ദേവാലയത്തിലേക്ക്. അവിടെ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗായുധത്തിലും നീ അടങ്ങുകയില്ലല്ലോ, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന പ്രാർത്ഥനകളും നിലവിളികളും അങ്ങ് തിരിഞ്ഞ് കടാക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഈ അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ വാക്യത്തിൽ, ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ. അപ്പോൾ ഒരിക്കലും ദൈവം ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ദൈവവും പറയുന്നത്, ശലോമോനും പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുക്കാൻ കഴിയുന്നതല്ല ദൈവം. പലരും ആവാഹിച്ചു, ദൈവത്തിനെ ആവാഹിച്ചു, ഈ കല്ലിലിരുത്തി ഈ മുറിക്കകത്താക്കി എന്നൊക്കെ പറയുമ്പം മനുഷ്യൻ്റെ ബുദ്ധിമോശമാണ്, ബുദ്ധികേടാണ്. ഒരു മനുഷ്യന് എങ്ങനെയാണ് ദൈവത്തെ ആവാഹിക്കാൻ പറ്റുക? ദൈവം ആരാണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ബുദ്ധിമോശമാണത്. ദൈവത്തെ ആവാഹിക്കാൻ ഒക്കുമോ മനുഷ്യനാര് ദൈവമാര്? അപ്പോൾ അങ്ങനെ പറയുന്നതും അങ്ങനെയുള്ള ആലയങ്ങളൊക്കെ നമ്മൾ ഈ നാടുകളിലെല്ലാം കാണുന്നുണ്ട്, ദൈവത്തെ ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ, അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമെന്നാണ്, കേട്ട് ക്ഷമിക്കണമേ. എന്നിട്ട് താഴോട്ട് പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ദേശത്തിൻ്റെ നാനാഭാഗത്തുള്ളവർക്കും ആലയത്തിലേക്ക് എപ്പോഴും വരാനൊക്കത്തില്ല. അപ്പം ദാനിയേലൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചായിട്ട് നമുക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ അങ്ങയോട് പാപം ചെയ്തുകൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് അങ്ങയുടെ നാമത്തെ സ്വീകരിക്കുകയും അങ്ങ് അവരെ താഴ്ത്തിയത് കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങൾ വിട്ടു തിരികുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ കേട്ട് അങ്ങയുടെ ദാസന്മാരുടെയും അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ പാപം ക്ഷമിച്ച് അവർക്ക് നടക്കേണ്ട നല്ല വഴി അവർ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയും അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ആലയത്തിനകത്തിരുന്നല്ല, ആലയത്തിന് പുറത്തെവിടെങ്കിലും ഇരുന്ന് ആലയത്തിങ്കിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ അങ്ങയുടെ വാസസ്ഥലമായിരുന്നത് കേൾക്കണമേ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, അങ്ങയുടെ ജനമായ ഇസ്രായേലിലുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്ത് നിന്ന് അങ്ങയുടെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിരിക്കുന്ന കയ്യെയും കുറിച്ച് കേൾക്കുമല്ലോ ഈ ആലയത്തിങ്കിലേക്ക് നോക്കി. അപ്പോൾ ആലയത്തിനകത്ത് കയറാൻ ഒക്കാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആലയത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ഭൂമിയുടെ സകല ജാതികളിലും അങ്ങയുടെ ജനമായ ഇസ്രായേൽ എന്ന പോലെ അങ്ങയെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് അങ്ങയുടെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഗ്രഹിപ്പാനും അങ്ങയുടെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കണമെന്നാണ്. അപ്പോൾ ശത്രുവിനോട് ഈ യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിൽ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ്, അത് ലോകത്തെവിടെയായിരുന്നാലും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ്, ആലയത്തിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ്
ദാനിയേൽ കൽദയദേശത്തിരുന്നു കൊണ്ട് ദിവസം 3 നേരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ആ യെരുശലേമിൽ ഇരിക്കുന്ന ഡയറക്ഷൻ നോക്കിയിട്ടാണ് പ്രാർത്ഥന. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ് വായിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അപ്പം പല ആളുകളെയും കുറിച്ചിവിടെ പറയുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം എഴുതിയിരിക്കുന്നത്, അവർ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങയോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും തിങ്കിലേക്ക് തിരിഞ്ഞ് അങ്ങ് അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തേക്ക് അങ്ങ് തിരഞ്ഞെടുത്ത നഗരത്തിങ്കിലേക്കും ഞാൻ അങ്ങയുടെ നാമത്തിൽ പണിത് ഈ ആലയത്തിലേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥന. അപ്പം അങ്ങ് ഇവിടെ അല്ല വസിക്കുന്നത്, അങ്ങ് സ്വർഗത്തിൽ തന്നെയാണ് വസിക്കുന്നത്. പക്ഷേ ഈ ആലയം അങ്ങയുടെ ആലയത്തിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ട് ശത്രുദേശത്ത് വെച്ച് അവർ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയം കൊണ്ട് ഈ ആലയത്തിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങത് കേൾക്കണമെന്നാണ്. അപ്പോൾ ദാനിയേൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണാം ഈ ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതാണ് ഈ ആലയം പ്രതിഷ്ഠിച്ചു, അതിനുശേഷം പെട്ടകം കൊണ്ടുവച്ചു, അതിനുശേഷം യാഗങ്ങളൊക്കെ അർപ്പിച്ചു, അതിനുശേഷം ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. നാം അവൻ്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിനും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് തായ്മാറാക്കട്ടെ. യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തൻ്റെ ദാസനും തൻ്റെ ജനമായ ഇസ്രായേലിനും അന്നു ആവശ്യമുള്ളത് പോലെ ന്യായം പാലിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധാനത്തിൽ ഇരിക്കുമാറാകട്ടെ. ശലോമോൻ എന്ന് ഇസ്രായേലും എല്ലാവരും കൂടെ യാഗം കഴിക്കുന്നുണ്ട്. 20,000 കാള, 1,20,000 ആട് ഒക്കെ സമാധാന യാഗമായിട്ട് അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിൻ്റെ നല്ലൊരു പ്രോസസ്സാണ് അവിടെ നടന്നത്. യഹോവയുടെ സന്നിധിയിലുണ്ടായിരുന്ന താമ്രയാഗപീഠം, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗങ്ങളുടെ മേധസ് എന്നിവ കൊള്ളുന്നതിന് പോരാതിരുന്നു രാജാവ് അന്ന് യഹോവയുടെ ആലയത്തിന് മുമ്പുള്ള പ്രാകാരത്തിൻ്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗവും ഒക്കെ അർപ്പിച്ചു. അപ്പോൾ സ്ഥലം തികയാതെ വരുന്നതുകൊണ്ട് അതിനായി വേർതിരിച്ച സ്ഥലത്ത് മാത്രമല്ല, എന്നിട്ട് ആ പ്രാകാരം ശുദ്ധീകരിച്ചിട്ട് അവിടെ യാഗങ്ങൾ അർപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ 7 ദിവസം പിന്നെയും 7 ദിവസവും ഇങ്ങനെ 14 ദിവസവും ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു. അവർ രാജാവിനെ അഭിനന്ദിച്ചു. യഹോവ തൻ്റെ ദാസനായ ദാവീദിനും തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയെയും കുറിച്ച് സന്തോഷവും ആനന്ദമുള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് വീടുകളിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് 8-ാം അധ്യായം 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ദാവീദിനോട് ദൈവം കൽപ്പിച്ചു, നീ എല്ലാ ആലയം പണിയേണ്ടത്, നിൻ മകനാണ് ആലയം പണിയേണ്ടത്. പക്ഷേ ആലയത്തിൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ദാവീദിനോട് അറിയിച്ചു. അത് പ്രകാരം അത് ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞു കൊടുത്തു. ശലോമോൻ ദൈവത്തിൻ്റെ സഹായത്താൽ ആലയം പണിതു. അത് ദൈവത്തിന് മഹത്വമുള്ളതായി തീരുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും യാഗങ്ങളും ഒക്കെ അർപ്പിച്ച് അത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മളിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അകത്തോടെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന, നമുക്ക് പിന്തുടരാവുന്ന ചില മാതൃകകളും ഇതിനകത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. 2-ാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ അധ്യായം പൂർണ്ണമായി ചർച്ച ചെയ്യുന്നത്, ഈ ഇസ്രായേൽ ജനം, അപ്പോൾ ഇത് നടക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇത് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വിഷയമുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് സിദെക്കീയാവോടും അല്ലെങ്കിൽ ജനത്തോടും ഒക്കെ സംസാരിക്കാൻ യിരെമ്യാവിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ കാലഘട്ടം ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും അവൻ്റെ ആധിപത്യത്തിന് കീഴിലായിപ്പോയ സകല ഭൂരാജ്യങ്ങളും സകല ജാതികളും യെരൂശലേമിനോടും അതിൻ്റെ എല്ലാ പട്ടണങ്ങളും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടാകുന്നത്. അപ്പം സിദെക്കീയാവിനോട് പോയി പറയുന്നുണ്ട്, ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ തീവച്ചുട്ടുകളെയും നീ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയിൽ സിദെക്കീയാ രാജാവ് ഒഴിഞ്ഞു പോകാതെ പിടിക്കപ്പെടും, അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. നീ ബാബേൽ രാജാവിനെ കണ്ണോട് കണ്ട് കാണും, അവനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. ബാബേലിലേക്ക് പോകേണ്ടി വരും. എങ്കിലും നിന്നെക്കുറിച്ച്
പറയുന്ന കാര്യം, നീ വാളാൽ മരിക്കുകയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുമ്പുണ്ടായിരുന്ന പണ്ടത്തെ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി സുഗന്ധദഹനം, മരിച്ചു കഴിയുമ്പം ചെയ്യുന്ന സുഗന്ധദഹനം കഴിച്ചതുപോലെ നിനക്കും ഒരു സുഗന്ധദഹനം ലഭിക്കും. നിന്നെ പിടിക്കപ്പെട്ടു പോകുമ്പോൾ നിന്നെ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അയ്യോ തമ്പുരാനെ എന്ന് ചൊല്ലി അവർ നിന്നെക്കുറിച്ച് വിലപിക്കും. അപ്പം ഇതൊക്കെയും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ കാണുന്നത്, ആരും തൻ്റെ സഹോദരനായ യഹൂദനെ കൊണ്ട് അടിമവേല ചെയ്യിക്കാതെ എബ്രായദാസിയെയും സ്വതന്ത്രരായി വിട്ടയക്കേണ്ടതിന് ഒരു വിമോചനം പ്രസിദ്ധമാക്കുന്നതും സിദക്കിയാവ് യെരുശലേമിലെ സകല ജനത്തോടും ഒരു നിയമം ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നി. സിദക്കിയാവ് ദുഷ്ടനുമൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ഇപ്പോഴത്തെ കൽപ്പനയല്ല. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 39 വരെയുള്ള മുതലുള്ള വാക്യത്തിലാണ് ഇത് കാണുന്നത്. ലേവ്യ 25-39 മുതൽ. അവിടെ ജാതികളിൽ നിന്ന് അടിമകളെ നിനക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ അടിമകളാക്കാം. പക്ഷേ ഇസ്രായേലിനെ കൊണ്ട് നിൻ്റെ സഹോദരിയെ അടിമകളാക്കരുത്. അഥവാ ചിലർ വന്ന് അങ്ങ് നിൽക്കുകയാണ്, ഞാൻ ഇവിടെ നിന്നുകൊള്ളാം എന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെയാണെങ്കിലും അവർ 7-ാം വർഷത്തിൽ അവരെ 6 വർഷം കഴിഞ്ഞ് 7-ാമത്തെ വർഷം സ്വതന്ത്രരാക്കണമെന്നാണ്. അതിൽ യോബേൽ സംവത്സരം വന്ന് 50 വർഷം കൂടുന്ന 7 വർഷം കൂടുന്ന 7 വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത വർഷം 50-ാമത്തെ വർഷം. അവിടെ യോബേൽ സംവത്സരം, അവിടെ സമ്പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, അപ്പം ഇത് പ്രകാരം നിങ്ങൾ ആളുകളെയൊക്കെ വിട്ടയച്ചു, എബ്രായരെയൊക്കെ വിട്ടയച്ചു, യഹൂദരെയൊക്കെ വിട്ടയച്ചു. പിന്നീടും അവർ വ്യത്യാസം കാണിച്ചു എന്നാണ്. സ്വതന്ത്രരായി മടക്കി അയച്ചിരുന്ന ദാസന്മാരെയും ദാസിമാരെയും മടക്കി വരുത്തി അവർ വീണ്ടും ദാസിമാരാക്കി. അപ്പോൾ ഇത് എല്ലാം ദൈവം കൽപ്പിച്ചിട്ടും നിങ്ങൾ ചെവി ചായ്ച്ചില്ല, അനുസരിച്ചില്ല. നിങ്ങളോ ഇന്ന് തിരിഞ്ഞ് ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. അപ്പോൾ ഇവിടെ അത് ഈ സിദക്കിയാവ് ചെയ്തത് ദൈവത്തിന് പ്രസാദമായി എന്ന് ദൈവം എഴുതിയിരിക്കുന്നുണ്ട്. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എൻ്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എൻ്റെ നാമത്തെ അശുദ്ധമാക്കി. ഓരോരുത്തരും ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്ത് അയച്ചിരിക്കുന്ന എൻ്റെ ദാസനെയും ദാസിയെയും മടക്കി വരുത്തി ദാസന്മാരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലെ സകല രാജ്യങ്ങളിലും ഞാൻ നിങ്ങളെ ഭീതി വിഷയമാക്കി തീർക്കും. അങ്ങനെ ഒരു വിമോചനം പ്രസിദ്ധമാക്കുന്നു. ആ വിമോചനം എന്ന് പറയുന്നത് വിമോചനമല്ല. അതെന്താണെന്നറിയാമോ? അത് വാളിനും മഹാമാരിക്കും ക്ഷാമത്തിനുമുള്ള ഒരു വിമോചനമാണെന്നാണ് ദൈവം അവിടെ പറയുന്നത്. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നത്, കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എൻ്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരുശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. അപ്പോൾ ഈ സംഭവം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, അബ്രഹാമിൻ്റെ കാലത്താണ്. അതിൻ്റെ 15-ാം അധ്യായത്തിൽ അബ്രഹാം അവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അവിടെ പറയും, നീ 3 വയസ്സുള്ളൊരു പശുക്കിടാവിനെയും 3 വയസ്സുള്ളൊരു കോലാട്ടുകൊറ്റിനെയും 3 വയസ്സുള്ളൊരു ആട്ടുകൊറ്റിനെയും ഒരു കുറുപ്രാവിനെയും പ്രാവിനും കുഞ്ഞിനെയും കൊണ്ടുവരാൻ പറഞ്ഞു. ഇവയൊക്കെ അവൻ കൊണ്ടുവന്ന് നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ പറന്നു വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു. തീയും അന്ധതമസും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, ആരെ? മിസ്രയീമിനെ. എന്നിട്ട് അവിടെ നിന്ന് മിസ്രയീം വളരെ സമ്പത്തോടുകൂടെ പുറപ്പെടും. അത് സംഭവിച്ചല്ലോ. 430 വർഷം അവിടെ ജീവിച്ചിട്ട് അവർക്ക് ഒരുപാട് സമ്പത്തോടുകൂടെയാണ് അവർ പുറപ്പെട്ടത്. നീയോ സമാധാനത്തോടെ നിൻ്റെ വാർദ്ധക്യത്തിൽ ചേരും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ ആക്രമണം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നാലും ചെയ്തു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവയ്ക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമ്മോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഇത് അതിനെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാരും വരാനിരിക്കുന്ന പ്രഭുക്കന്മാരും എല്ലാവരും വരാനിരിക്കുന്ന കുറച്ച് എല്ലാവരും അടക്കം ഇസ്രായേൽ എന്ന ജനത്തെ വരുവാനിരിക്കുന്ന കാലഘട്ടത്തിൽ വരുവാനിരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് അന്നത്തെ ആ ദൈവത്തിൻ്റെ വാക്ക് അവിടെ സംഭവിക്കുന്നത്.
എന്നിട്ട് നമ്മൾ തിരിച്ച് യിരെമ്യാ പുസ്തകത്തിലേക്ക് വരികയാണ്. എൻ്റെ നിയമം ലംഘിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദാ പ്രഭുക്കന്മാരുടെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ. അപ്പോൾ അവിടെ ദൈവം ഒരു നിയമം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ മക്കളെ ഞാൻ ഈ ദേശത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ജീവിച്ച് നിന്നെ ആളുകളെ മാറ്റി അവിടെ കൊണ്ടുവരും എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ ഏൽപ്പിക്കും, അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹൂദ രാജാവ് സിദെക്കീയാവെയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ കൽപ്പിച്ച് അവരെ നഗരത്തിലേക്ക് മടക്കി വരുത്തും. അവരതിനെ യുദ്ധം ചെയ്ത് പിടിച്ച് തീവട്ടി ചുട്ടുകളയും. ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികളില്ലാതെ ശൂന്യമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ അന്ന് ചെയ്ത ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നവരാണ് പിന്നീട് വന്ന എല്ലാ തലമുറകളും. അതിൽ നിന്ന് അബ്രഹാമിൻ്റെ സമയത്ത് ചെയ്ത ആ ഒരു കാര്യം അത് അവിടെ കൊണ്ട് മാത്രം തീരുന്നതല്ല. പിന്നീടും എത്രയോ വർഷം കഴിഞ്ഞ്, പിന്നീട് 400 വർഷവും കഴിഞ്ഞ്, അതിനിടയ്ക്ക് വീണ്ടും അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞു. ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ 12 മക്കൾ, അവർ ആ 70 പേര് ഒരുമിച്ച് മിസ്രയീം ദേശത്ത് വരുന്നതും പിന്നെ 430 വർഷക്കാലത്തോളം അവിടെ ജീവിക്കുകയും പിന്നെ അവരെ അവസാന കാലങ്ങളിൽ വലിയ അടിമകളാക്കി ജീവിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തതിന് ശേഷം അവരെ പുറപ്പെടുവിച്ചു. അപ്പോൾ അവിടെ അബ്രഹാമിൻ്റെ കാലത്ത് അന്ന് ഇസ്രായേൽ ജനമില്ല, യാക്കോബിൻ്റെ മക്കളില്ല, യാക്കോബും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യാക്കോബില്ല. അപ്പോൾ അവിടെ വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ തീ കടന്നു വന്ന് ഈ പിന്നെ അവിടെ പിളർന്നു വെച്ച മൃഗങ്ങളുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ദൈവം പറഞ്ഞത് ഈ കാര്യം. പക്ഷേ അവരുടെ പോക്കും കാര്യങ്ങളും ഒന്നും ആ ദൈവത്തിൻ്റെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണം ദൈവം കണ്ടതുപോലെ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ശിക്ഷകളിൽ ഇവിടെ നടപ്പാക്കപ്പെടുന്നത് എന്ന് ദൈവം അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ജനക്കൂട്ടം കൂടി വരുന്ന കാഴ്ചയാണ് മൂന്നാമത്തെ വായനാ ഭാഗമായ മർക്കോസ് 8 നമ്മൾ കാണുന്നത്, അതിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ 3 ദിവസമായിട്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇവരുണ്ടെന്നും അവർക്ക് ഭക്ഷിപ്പാനൊന്നും കൊടുത്തിട്ടില്ല എന്നും, ഇപ്പോൾ അവരെ തിരിച്ച് അയച്ചാൽ വഴിയിൽ അവർ തളർന്നു പോകും, അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയും നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയും. ശിഷ്യന്മാർ പറയാണ്, മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്താൻ എങ്ങനെ കഴിയും? കടയിൽ പോയി മേടിക്കാനൊന്നും ഒക്കുന്നില്ല. ഇത്രയും ആൾക്കാരുമുണ്ട്, ഇത്രയും പേർക്കുള്ള ആഹാരം തയ്യാറാക്കുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസപ്പെട്ട കാര്യമാണെന്ന് ശിഷ്യന്മാർ പറയുന്നു. അപ്പം അവിടെ 7 അപ്പമല്ല, അവിടെ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 7 അപ്പം ഉണ്ടെന്ന് അവിടെ ശിഷ്യന്മാർ പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും നിലത്തിരുത്താൻ പറഞ്ഞു. അതിനെ സ്തോത്രം ചെയ്ത് വർദ്ധിപ്പിച്ച് അവർക്കെല്ലാം കൊടുത്തു. 7 വെട്ടി മിച്ചവും ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പരീശന്മാർ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്നൊരു അടയാളം ചോദിച്ചു. അപ്പം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് വന്നവനാണെങ്കിൽ അടയാളം കാണിക്കാൻ വലിയ കഴിവുള്ളവനാണല്ലോ, അവർ അടയാളം കാണിക്കാൻ പറയും. അപ്പം യേശുക്രിസ്തു ആത്മാവിൽ ഞെരുങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് കുറച്ചുകൂടെ വിശദമായി സംഭവിക്കുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് നമ്മൾ വായിച്ചാൽ അവിടെ ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായി കൃത്യമായ ഉള്ള കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് അടയാളം ലഭിക്കുകയില്ല, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ യോനയുടെ അടയാളം എന്തായിരുന്നു? അത് നിവൃത്തിയായ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ യോനയുടേത് നിവൃത്തിയായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പം ഇത് ഒരു അടയാളം സംഭവിക്കും, വരാനിരിക്കും, അതുപോലെ ഒരു അടയാളം സംഭവിക്കും. യോന കടലാനയുടെ അല്ലെങ്കിൽ ബ്ലൂ വെയിലിൻ്റെ വയറ്റിൽ 3 ദിവസം കേടാകാതെ കിടക്കുകയും, അങ്ങനെ ഒരു മീനിൻ്റെ വയറ്റിൽ പോയാൽ ആഹാരം വന്നതുപോലെ ഭക്ഷിക്കുന്ന സാധനം അത് ദ്രവിച്ച് അതിൻ്റെ ഉമിനീര് എല്ലാം കൊണ്ട് അത് ദ്രവിച്ചു പോകും, അതിനും മോചനമില്ല. അങ്ങനെ ഇരിക്കെ ആ യോനയെ കടലിലേക്ക്
യാതൊരു കേടും കൂടാതെ യോനയെ തിരികെ ഭൂമിയിലേക്ക് ഛർദ്ദിക്കുന്ന അല്ലെങ്കിൽ തിരികെ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല, ആർക്കും കാണാൻ കഴിയുന്നില്ല. എന്നാൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരോട് പറഞ്ഞ അടയാളം അവിടെ നിവൃത്തിയായി. ഇനി അവർക്ക് വേറെ അടയാളം ചോദിക്കാനില്ല, ഒരടയാളവും ചോദിക്കാനില്ല. അപ്പം അതുതന്നെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം ജീവിച്ചിരുന്ന ഇനിയും വരാനിരിക്കുന്ന തലമുറകൾക്കെല്ലാം ഉള്ള അടയാളം എന്നത് ഈ അടയാളമാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നു, ശരി, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഒരാൾ വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും അടയാളവും അത്ഭുതവും വേണോ, കാണണോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം. ഇത് ക്രിസ്തു നമ്മൾ അവിടെ ചോദിച്ച ചോദ്യം ഇത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, പ്രസക്തമാണ്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുവാൻ നിനക്കും എനിക്കും എന്ത് അടയാളമാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും അടയാളം വേണം. അടയാളം അന്വേഷിക്കാതെ ഇത് വിശ്വസിക്കാൻ കഴിയുന്നവർക്കാണ്. ഇതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ വേറെ തെളിവൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല, ഒരു തെളിവില്ല. അടയാളം കാണിച്ചിട്ടുള്ള തെളിവില്ല, അത്ഭുതം കാണിച്ചിട്ടുള്ള തെളിവില്ല. വേറെ ആരെങ്കിലും യോഹന്നാൻ സ്നാപകനോ യേശു ക്രിസ്തുവോ യെശയ്യാ പ്രവാചകനോ ആരെങ്കിലും നമ്മളോട് നേരിട്ട് വന്ന് പറഞ്ഞ അനുഭവം നമുക്കില്ല. ഇനി ഉറക്കത്തിലോ അല്ലെങ്കിലോ ഏതെങ്കിലും സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളോട് വന്ന് സംസാരിക്കുകയോ ദൈവം നമ്മളോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വിശ്വസിക്കാൻ യാതൊരു തെളിവുകളും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അതാണ് അവരോട് ചോദിക്കുമ്പം എന്ത് അടയാളമാണ് കാണിച്ചു തരാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അടയാളം, നിങ്ങൾക്ക് വരാനിരിക്കുന്ന അടയാളം യോനയുടെ അടയാളമാണ്. ആ യോനയുടെ അടയാളം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പോകുന്ന, എൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കാനിരിക്കുന്ന അടയാളമാണ്. യോന 3 രാവും പകലും കടലാനയുടെ വയറ്റിൽ ഉണ്ടായിരുന്നത് പോലെ ഞാനും 3 രാവും പകലും ഭൂമിയുടെ വയറ്റിലേക്ക്, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും. അവിടെ നിന്ന് ഭൂമിയിലേക്ക് തന്നെ തിരികെ യോന എത്തിയതുപോലെ ഞാനും തിരികെ ഭൂമിയിലേക്ക് ജീവനോടെ എത്തും. ഇതാണ് ആ അടയാളം. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം എന്നുള്ള ക്രിസ്തു അവിടെ പറയുന്നത്. പിന്നെ അവിടുന്ന് താഴോട്ട് വരുമ്പോൾ ക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ജനം എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ പറയുന്നുണ്ട്, ഏലിയാവ് എന്ന് ചിലർ പറയുന്നുണ്ട്, പ്രവാചകന്മാർ ഒരുത്തൻ വന്ന മറ്റു ചിലർ എന്ന് പറയുന്നുണ്ട് എന്നൊക്കെയും പറയുന്നുണ്ട്. ഈ ശിഷ്യന്മാർ പറയുന്ന മറുപടിയാണ്. ജനം യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്നാണ് പറയുന്നത്? അപ്പോൾ അതിന് മറുപടി പറയുന്നത് പത്രോസാണ്. ഇവിടെ നീ ക്രിസ്തു ആകുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് കുറച്ച് ക്ലിയറായിട്ട്, ഇച്ചിരി കൂടി ദീർഘമായിട്ട് തന്നെ ഉത്തരം കൃത്യമായി പറയുന്നുണ്ട്. നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ ക്രിസ്തു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പലരും മനസ്സിലാക്കുന്നത് പത്രോസ് എന്ന പാറയുടെ, പത്രോസ് നീ പാറയാകുന്നു എന്നൊക്കെ പറയുമ്പം പത്രോസ് എന്ന പാറയുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. പത്രോസ് എന്ന പാറമേൽ സഭയെ പണിയുന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ പത്രോസിനേക്കാളും വിശ്വാസത്തിൽ നിന്ന വേറെ സഹോദരന്മാർ യേശുക്രിസ്തു ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. പത്രോസ് തന്നെ ഇവിടെ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന സംഭവം വരാൻ പോവുകയാണ്. ശേഷം അതിനെ കറക്റ്റ് ചെയ്ത് മടങ്ങി വരുന്ന, ആ പ്രായശ്ചിത്തത്തിലൂടെ മടങ്ങി വരുന്നത് ശരി തന്നെയാണ്. അങ്ങനെ പത്രോസ് എന്ന ഒരു മനുഷ്യനിൽ, അപ്പോൾ പിന്നെ ക്രിസ്തു എവിടെ? ക്രിസ്തു ഇല്ലേ? പത്രോസാണോ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്?
അപ്പോൾ ക്രിസ്തുവല്ലേ അടിസ്ഥാനം, ക്രിസ്തുവല്ലേ പാറ, ക്രിസ്തുവല്ല പാറ, അതിന് പകരമായിട്ട് പത്രോസാണോ പാറ? അപ്പം നമ്മളത് ചിന്തിക്കാറില്ല പലപ്പോഴും. അവിടുത്തെ വാക്യം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ. പക്ഷേ അവിടുത്തെ യഥാർത്ഥ സംഗതി എന്ന് പറയുന്നത്, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന പത്രോസിൻ്റെ ഉത്തരമാണ് ഈ ദൈവസഭയുടെ, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ശില അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം എന്നുള്ളതാണ്. ഏറ്റവും മൂലക്കല്ലായിരിക്കുന്ന ദൈവസഭയുടെ, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന ആ സഭയുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതാണ്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു യോഹന്നാനാൽ സ്നാനമേൽക്കുന്ന സമയത്ത് ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രന് ഇവന് ചെവി കൊടുപ്പീൻ. അതുപോലെ ഇനി വരാനിരിക്കുന്നുണ്ട്. മറുരൂപമലയിൽ ഗത്സമനത്തോട്ടത്തിൽ വെച്ചിട്ട് യാക്കോബിനും പത്രോസിനും പിന്നെ യോഹന്നാനും മുമ്പിൽ ഏലിയാവും മോശയും യേശുക്രിസ്തുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദർശനം അവർ കാണുമ്പോൾ അവിടെയും കേൾക്കുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പിന്നെ ഒരു സ്ഥലത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ ഫിലിപ്പോസ് എത്യോപ്യയിലെ ഷണ്ടനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയുമ്പം അതിന് വെള്ളം കാണുന്നൊരു സ്ഥലത്തെത്തുമ്പോൾ അയാൾ പറയും, ഷണ്ടൻ പറയും, ഇതാ വെള്ളം, സ്നാനപ്പെടാമെന്ന് പറയും. അപ്പോൾ സ്നാനപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ യാത്രയിൽ. അപ്പോൾ അവിടെ ഫിലിപ്പോസ് പറയും, നീ വിശ്വസിക്കുന്നെങ്കിലാകാം, നീ വിശ്വസിക്കുന്ന നിനക്ക് സ്നാനം തരാം, അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്ന നിനക്ക് സ്നാനപ്പെടാം, തടസ്സമില്ല. ആ ഷണ്ടൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഈ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന വിശ്വാസം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആ അടിസ്ഥാനത്തിൻ്റെ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വ്യത്യസ്തമായ എന്ത് വിശ്വാസം വന്നാലും ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതിന് ഈ ഈ സത്യം തെറ്റിപ്പോകുന്ന ഏത് വിശ്വാസവും ദൈവസന്നിധിയിലോ ക്രിസ്തുവിന് മുമ്പിലോ നിലനിൽക്കുന്നതല്ല. ബാക്കി വരുന്ന വിശ്വാസങ്ങളെല്ലാം ഇതിന് മുകളിൽ കെട്ടിപ്പൊക്കാവുന്ന വിശ്വാസങ്ങളും ആണെങ്കിൽ മാത്രമേ ആ വിശ്വാസങ്ങൾക്ക് പിന്നെ സ്ഥായിയുള്ളൂ എന്ന് പ്രത്യേകം ഈ സമയം ഓർക്കട്ടെ. ഇതൊക്കെ ഒരു വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. നമുക്കിഷ്ടം പോലെ എന്തും വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന പോലെ, അല്ലെങ്കിൽ സഭകൾ പറയുന്ന പോലെ വിശ്വസിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. നമ്മുടെ വ്യവസ്ഥ മുഴുവനും ഈ ബൈബിളിലെ അടിസ്ഥാനത്തിൽ, ബൈബിളിൻ്റെ ഉപദേശപ്രകാരമുള്ള വിശ്വാസം വിശ്വസിക്കുവാനാണ് നമുക്ക് ദൈവം നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളോട് പറയുന്നത്. അതിന് വ്യത്യാസമായിട്ട് ചെയ്യുന്ന ഒന്നിനും ദൈവസന്നിധിയിൽ യാതൊരു വിലയില്ല എന്ന് ഓർക്കണം എന്നുള്ളത് ഈ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് അതിന് താഴോട്ട് വരുമ്പം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ അവസാനം പറയുന്നത്, ഈ നേരത്തെ പറയുന്നുണ്ടല്ലോ അടയാളം ലഭിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ, അവിടെ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ് അടയാളം അന്വേഷിക്കുന്നത് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ അതിനെ സംബന്ധിച്ച് അത് പറഞ്ഞു വരുമ്പം, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എൻ്റെ വചനങ്ങളെക്കുറിച്ചും നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ദൈവിക ഉപദേശപ്രകാരമല്ലാതെ നമ്മുടേതായ എന്തെങ്കിലും ചിന്തകളോ വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വചനത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കാതെ നമ്മൾ വിശ്വസിക്കാനും തയ്യാറാകുമ്പോൾ അവരെക്കുറിച്ച് മനുഷ്യപുത്രൻ വരുമ്പോൾ അവരെക്കുറിച്ച് നാണിക്കും എന്ന് പറയുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഇത് പറയുന്ന ഗൗരവമായ വിഷയം എത്ര കണ്ട് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഞാനിപ്പോൾ പറഞ്ഞു പോയത്. ഈ പുസ്തകത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, ദൈവം നമ്മളെ അറിയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, ആ സത്യങ്ങൾ അതങ്ങനെ തന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. അങ്ങനെ അന്വേഷിക്കുകയും ആ അന്വേഷിക്കുന്നത് പ്രകാരം തന്നെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അപ്പം നമുക്കിപ്പം പല വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് മനുഷ്യരിൽ നിന്നോ ഒക്കെ നമുക്ക് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നോ നമ്മുടെ തലമുറകളിൽ നിന്നോ ഒക്കെ ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ? ശരി, എൻ്റെ അപ്പനോ എൻ്റെ അപ്പൂപ്പനോ ഒക്കെ പറഞ്ഞു തന്ന വിശ്വാസമാണ്, അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ പുരോഹിതനോ ഒക്കെ പ്രസംഗിച്ച് കേട്ട സത്യങ്ങളാണ്. ഇത് അങ്ങനെയാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം
വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണെന്ന് ഓർപ്പിക്കട്ടെ. അത് നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ, നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ, നമ്മളത് അന്വേഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ കുറ്റം പൂർണ്ണമായും നമുക്കാണ്. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുന്നത്? സമ്പത്ത് കിട്ടാൻ ഈ പുസ്തകം എടുക്കേണ്ട കാര്യമില്ല, മക്കളുടെ വിവാഹം കഴിക്കാൻ ഈ പുസ്തകം എടുക്കേണ്ട കാര്യമില്ല, നല്ല ജോലി കിട്ടാൻ ഈ പുസ്തകം എടുക്കേണ്ട കാര്യമില്ല, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ നമുക്ക് ഈ പുസ്തകം എടുക്കേണ്ട കാര്യമില്ല, മുന്തിയ കാറ് വാങ്ങിക്കാൻ ഈ പുസ്തകം എടുക്കേണ്ട കാര്യമില്ല, നല്ല 5 ബെഡ്റൂമോ 10 ബെഡ്റൂമോ ഒക്കെ ഉള്ള വീട് വയ്ക്കാൻ ഈ പുസ്തകം എടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം. എല്ലാ ജാതികളും എല്ലാ വിശ്വാസികൾക്കും, എല്ലാ ജാതിക്കാർക്കും, കല്ലിനെ മണ്ണിനെ ആരാധിക്കുന്നവർക്കും, എന്തിനേറെ പറയുന്നു, ഒരു ദൈവത്തെ വിശ്വസിക്കാത്തവർക്കും ഇതൊക്കെ ഈ ഭൂമിയിൽ സാധ്യമാണ്. അതുകൊണ്ട് ബൈബിൾ കൊണ്ട് നടക്കുന്നതിൻ്റെ, ബൈബിൾ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. അതിലുപരിയായി ഒരു കാര്യം, ഉപരിയായി ഉള്ള കാര്യങ്ങൾ ഈ ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ, അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ബൈബിളിൻ്റെ വിശ്വാസത്തിലേക്കോ ബൈബിൾ കൊണ്ടു നടക്കുന്നുണ്ടോ യാതൊരു കാര്യമില്ല എന്നുകൂടെ ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. കുറച്ച് സമയം ഏറെ എടുത്തു ഈ മർക്കോസിൻ്റെ 8-ാമത്തെ അധ്യായം സംസാരിക്കുന്നതിലേക്ക്. അത് ആവശ്യമായതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശരി, നമുക്കിതിവിടെ അവസാനിക്കുകയാണ്. ദൈവം സമൃദ്ധമായി നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ. പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ ചിന്തിക്കുക, ബൈബിളിൽ നിന്ന് തന്നെ അതിന് ഉത്തരം ലഭിക്കാൻ ശ്രമിക്കുക. ദൈവം അത് പ്രസാദകരമാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. താങ്ക് യു.